നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്ത് ഒരുപാട് മതങ്ങളും ദൈവങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ യേശുവിനെ മാത്രം ചില ആളുകൾ പരിഹസിക്കുന്നു. ബുദ്ധനെയും ശിവനെയും അള്ളാഹുവിനെയും ഒക്കെ ആളുകൾ വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ പരിഹസിക്കുന്നത് കേട്ടിട്ടില്ല. എന്നാൽ യേശുവിനെ മാത്രം അവർ പരിഹസിക്കുന്നു, കളിയാക്കുന്നു, വിമർശിക്കുന്നു. എന്തായിരിക്കും അതിന് കാരണം? ആ കാരണമാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ഹായ്, ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. ലോകത്ത് ഒരു മനുഷ്യനെക്കുറിച്ച് ഇത്രമാത്രം എഴുതപ്പെട്ടിട്ടില്ല. സാമ്രാജ്യങ്ങൾ വീണു, ഭാഷകൾ ഇല്ലാതായി, ചില രാജ്യങ്ങൾ തന്നെ ഇല്ലാതായി. എന്നിട്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യേശുവിനെക്കുറിച്ചുള്ള എഴുത്തുകൾ മാത്രം കുറഞ്ഞില്ല. നമ്മുടെ വീടുകളിലെ പുസ്തകങ്ങളിൽ, ലൈബ്രറികളിൽ, ഹോസ്പിറ്റലുകളിൽ, തെരുവുകളിൽ, എന്തിന് കോടതി മുറികളിൽ പോലും യേശുവിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നു. യേശു എന്നത് വെറുമൊരു മതപരമായ പേരല്ല. ആ പേരിന് പിന്നിൽ അദൃശ്യമായ ഒരു ശക്തി ഒളിഞ്ഞു നിൽപ്പുണ്ട്. തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ ആളുകൾ ഈ പേര് വിളിക്കുന്നു. ഭയപ്പെടുന്ന നിമിഷങ്ങളിൽ ആളുകൾ യേശുവിനെ വിളിക്കുന്നു. വീണു പോകുന്നവർ അവൻ്റെ നാമം ഉരുവിടുന്നു. അവിശ്വാസികൾ പോലും ഞെട്ടുമ്പോൾ അവൻ്റെ പേര് ഉരുവിടുന്നു. എന്തുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിക്കാം. യേശുവിനെക്കുറിച്ച് ക്രിസ്ത്യാനികൾ മാത്രമല്ല എഴുതിയിട്ടുള്ളത്. റോമൻ ചരിത്രകാരന്മാർ, യഹൂദന്മാർ, ഇസ്ലാം മത ഗ്രന്ഥങ്ങൾ, എന്തിന് യേശുവിനെ എതിർക്കുന്നവർ പോലും അദ്ദേഹത്തെക്കുറിച്ച് എഴുതുവാൻ നിർബന്ധിതമായി. യേശുവിന് ഒരു സൈന്യമോ രാഷ്ട്രീയ അധികാരമോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും രാഷ്ട്രീയത്തിലും കലയിലും സിനിമയിലും തത്വചിന്തകളിലും യേശു നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നില്ലെങ്കിലും അവൻ്റെ പേര് നിറഞ്ഞു നിൽക്കുന്ന ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. വേദന നിറഞ്ഞ ആശുപത്രിവാസങ്ങളിൽ, കോടതിയിലെ സത്യപ്രതിജ്ഞകളിൽ, തെരുവിലെ സംസാരങ്ങളിൽ പോലും ആ പേര് മുഴങ്ങിക്കേൾക്കുന്നു. ഇത് യാദൃശികമായി വരുന്നതല്ല. മനുഷ്യൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നവയാണത്. യേശുവിൻ്റെ നാമം ഉരുവിടുമ്പോൾ വേദനയും ഭയവും ഒക്കെ മാറുന്ന അനേകർ ജീവിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ. യേശുവിനെ പരിഹസിക്കുന്നവർ പോലും ആ നാമം ഉരുവിട്ടിട്ടുണ്ട്. അവർക്ക് അതിനുള്ള ബലവും ലഭിച്ചിട്ടുണ്ട്. ഇത് വെറും മനഃശാസ്ത്രമല്ല. യേശു എന്നത് മാന്ത്രിക വാക്കല്ല. വെറുതെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കാര്യവുമില്ല. ബൈബിളിൽ പറയുന്നു, യേശുവിനെ അറിയാത്തവർ ആ പേര് ഉപയോഗിച്ചപ്പോൾ ഫലിച്ചില്ല എന്ന്. ആ പേരിന് പിന്നിലുള്ള വ്യക്തിയുമായി ബന്ധമുണ്ടാകുമ്പോഴാണ് ശക്തി ഉണ്ടാകുന്നത്. അദൃശ്യലോകം വാക്കുകളെയല്ല, ആ വാക്കുകൾക്ക് പിറകിലുള്ള അധികാരത്തെയാണ് ഭയപ്പെടുന്നത്. മറ്റു മതങ്ങളിലെ ദൈവങ്ങളെ വിമർശിക്കപ്പെടുമ്പോൾ യേശു പരിഹസിക്കപ്പെടുന്നു. സിനിമകളിലും മീഡിയകളിലും യേശുവിനെ പരിഹസിക്കുന്നത് പതിവായിരിക്കുന്നു. യേശു വെറും ഒരു ചരിത്ര പുരുഷൻ മാത്രമായിരുന്നെങ്കിൽ പരിഹസിക്കപ്പെടില്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ പേര് ചില ആളുകളെ അസ്വസ്ഥരാക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിലെ ഇരുണ്ട വശത്തെ പുറത്തു കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചിലർ ദേഷ്യപ്പെടുന്നതും ചിലർ പരിഹസിക്കുന്നതും. യേശു പറഞ്ഞു, കണ്ണുണ്ടായിട്ടും കാണാത്തവരും ചെവിയുണ്ടായിട്ട് കേൾക്കാത്തവരും സത്യമെന്നത് ബുദ്ധി കൊണ്ടളക്കാൻ കഴിയാത്തതല്ല, അത് ഹൃദയം തുറക്കുന്നവർക്ക് മാത്രം വെളിപ്പെടുന്ന ഒന്നാണ് എന്ന്. 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പേര് ലോകത്തെ വിറപ്പിക്കുന്നുവെങ്കിൽ അത് വെറും ചരിത്രമല്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു എന്ന നാമത്തിനു മുൻപിൽ നിഷ്പക്ഷമായി നിൽക്കുവാൻ ആർക്കും കഴിയില്ല. ഒന്നുകിൽ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളെ മുട്ട് കുത്തിക്കും. അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുക.